വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാൻ വല്ലാത്ത ക്രേവിങ്സ് ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്ത് കഴിക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കുറച്ച് ഇഡ്ഡലി മാവ് ബാക്കിയുള്ളത് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ഈ ഒരു ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാൻ ഈ ഒരു സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാനിതിന് മുന്നേ റിയാദിലുണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു നെയ്ബർ ഉണ്ടായിരുന്നു. ആൾ തമിഴാണ്. ആളൊരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ക്രിസ്പി, നല്ല ടേസ്റ്റ്. നമ്മളൊരു പൊക്കുവടൊക്കെ പോലത്തെ ഒരു സാധനം, പക്ഷേ പൊക്കുവടൻ്റെ ടേസ്റ്റും അല്ല, ഒരു ഉഴുന്നുവടൻ്റെ ഒക്കെ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു 2-3 തവണ അത് ഡ്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇഡ്ഡലി മാവോ ദോശമാവോ ബാക്കി ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ടിടാം. പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ഇട്ടോ. ഞാനിവിടെ എൻ്റെ മക്കൾക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് പെപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പൊക്കുവടൊക്കെ പൊരിച്ചെടുക്കൂലേ, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല കോക്കനട്ട് ചട്നിയോ ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. തൽക്കാലം എൻ്റെ മടി കാരണം ഞാൻ ഇത് രണ്ടിനും നിന്നിട്ടില്ല. നല്ലൊരു ഏലക്കായൊക്കെ ഇട്ടുള്ള ഒരു ചായ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഉണ്ടാക്കാൻ സിമ്പിളല്ലേ. ഇപ്പോൾ ദോശമാവോ ഇഡ്ഡലി മാവോ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ട്രൈ ആക്കി നോക്കിട്ടോ.